എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇനി വരാനിരിക്കുന്ന ഡിഗ്രി ലെവൽ 3ാം ഘട്ട പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ് ആണ്. അതായത് ഡിഗ്രി ലെവൽ പ്രിലിമിനറി 2ാം ഘട്ട പരീക്ഷ ഇന്നലെ കഴിഞ്ഞു. കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ചോദ്യപേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് പേരെ കുഴപ്പിച്ച ഒത്തിരി ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ജിയോഗ്രഫി, എക്കണോമിക്സ്, മാത്സ് അതെല്ലാം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുള്ള ഏരിയ ആയിരുന്നു. അപ്പോൾ അതിൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ള നിങ്ങളെ കുഴപ്പിച്ച ആ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള സോഴ്സ് എവിടെ നിന്നാണ് എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇനി 3ാം ഘട്ട പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ അതിനനുസരിച്ച് നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ നിങ്ങളെ കുഴപ്പിച്ച ചോദ്യങ്ങൾ എവിടെ നിന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതിനു മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ ക്ലാസ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോഴാണ് നമ്മൾ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ ഇഷ്ടം അറിയിക്കാനായിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്താണെന്നുള്ളത് താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കുക. അതുപോലെ നമ്മൾ ക്ലാസ് കഴിഞ്ഞ് ഇതിൻ്റെ എല്ലാ നോട്ട്സും PDF-ഉം എല്ലാം നമ്മൾ ടെലിഗ്രാം വഴി ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്രീ ആയിട്ട് തന്നെയാണ്. അപ്പോൾ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ടെലിഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഓപ്ഷൻസ് തന്നിട്ടുള്ളത് ടോപ്പോ ഷീറ്റിൽ ശാശ്വത സ്വഭാവമുള്ള ജലാശയങ്ങൾ കാണിക്കുന്നതിന് കറുപ്പ് നിറം ഉപയോഗിക്കുന്നു എന്ന് തന്നിട്ടുണ്ട്. 1:50,000 സ്കെയിലിലുള്ള ഒരു ഭൂപടം പ്രതിരോധ സേനകൾ ഉപയോഗിക്കുന്ന ഒരു നിലവാരമുള്ള ടോപ്പോഗ്രഫിക്കൽ മാപ്പാണെന്ന് കൊടുത്തിട്ടുണ്ട്. പരമ്പരാഗത ചിഹ്നങ്ങൾ എന്നറിയപ്പെടുന്ന ചിഹ്നങ്ങളുടെ സഹായത്തോടെ ഭൂപ്രകൃതിയുടെ സവിശേഷതകൾ ടോപ്പോ ഷീറ്റിൽ പ്രതിനിധീകരിക്കുന്നു എന്ന് കൊടുത്തിട്ടുണ്ട്. ടോപ്പോ ഷീറ്റിന്റെ സ്കെയിൽ 1:2.5 ലക്ഷം മുതൽ 1:25,000 വരെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചോദ്യം വളരെ വ്യക്തമായിട്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. +1 ജിയോഗ്രഫി NCERT ചാപ്റ്റർ 5 ടോപ്പോഗ്രഫിക്കൽ മാപ്സ്. ഓക്കെ, NCERT ആണ്. +1 ജിയോഗ്രഫി NCERT ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ 5 ആണ്. ടോപ്പോഗ്രഫിക്കൽ മാപ്സ് എന്നാണ് ചാപ്റ്ററിന്റെ പേര്. അവിടെ വളരെ വ്യക്തമായിട്ട് ടോപ്പോ ഷീറ്റ്, ഓക്കെ, ഇവിടെ നമുക്ക് ടോപ്പോഗ്രഫിക്കൽ മാപ്പിന്റെ സ്കെയിലെല്ലാം കൊടുത്തിട്ടുണ്ട് അല്ലെ. 1:50,000 എന്ന് പറയുന്ന സ്കെയില്, 1:2.5 ലക്ഷം എന്ന് പറയുന്ന സ്കെയിൽ, അങ്ങനെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സ്കെയിലിനെ പറ്റിയെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഈ ഒരു ചാപ്റ്ററിൽ കൊടുത്തിട്ടുണ്ട്. ടോപ്പോഗ്രഫിക്കൽ മാപ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ആദ്യം തന്നിട്ടുള്ള കളർ, ടോപ്പോ ഷീറ്റിൽ ശാശ്വത സ്വഭാവമുള്ള ജലാശയങ്ങൾ കാണിക്കുന്നതിന് കറുപ്പ് നിറം ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏത് നിറമാണ് ഓരോന്നിനും ഉപയോഗിക്കുന്നത്? റോഡ്സ് കാണിക്കാൻ എന്താണ് ഉപയോഗിക്കുന്നത്? ഡാംസ് കാണിക്കാൻ എന്താണ് ഉപയോഗിക്കുന്നത്? വെൽസ് കാണിക്കാൻ എന്താണ് ഉപയോഗിക്കുന്നത്? റെയിൽവേ കാണിക്കാൻ എന്താണ് ഉപയോഗിക്കുന്നത് എന്നെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് ഇവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടോ. അതിന്റെ ഓരോന്നിന്റെയും ചിഹ്നവും നിറവും ഇവിടെ കറക്റ്റ് ആയിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്. NCERT +1 ജിയോഗ്രഫി ചാപ്റ്റർ 5 ടോപ്പോഗ്രഫിക്കൽ മാപ്സ് നോട്ട് ചെയ്ത് വെച്ചല്ലോ. ഇനി അടുത്ത ചോദ്യം, ഹരിതഗൃഹവാതക ഉദ്വമനത്തിന്റെ പ്രധാന പങ്ക് എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇതെല്ലാവർക്കും അറിയുന്നതാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇതും നമ്മുടെ +1 അതേ ടെക്സ്റ്റ് ബുക്ക് തന്നെ +1 NCERT ജിയോഗ്രഫിയിൽ 12ാമത്തെ ചാപ്റ്ററിൽ കൊടുത്തിട്ടുണ്ട്. 12ാമത്തെ ചാപ്റ്ററിന്റെ പേര് വേൾഡ് ക്ലൈമറ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. എന്താണ് വേൾഡ് ക്ലൈമറ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഗ്ലോബൽ വാർമിംഗ് കഴിഞ്ഞ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് കണ്ടോ. അപ്പോൾ അതിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പ്രൈമറി GHGs ഓഫ് കോൺസേൺ ടുഡേ ആർ കാർബൺ ഡൈ ഓക്സൈഡ്, ക്ലോറോ ഫ്ലൂറോ കാർബൺസ്, മീഥെയിൻ, നൈട്രസ് ഓക്സൈഡ് എന്നൊക്കെ പറഞ്ഞു, ഓസോൺ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ദെൻ എന്താണ് അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഗ്രീൻ ഹൗസ് ഗ്യാസസിനെ പറ്റി ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, കാണുന്നുണ്ടല്ലോ. അതിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് ദ ലാർജസ്റ്റ് കോൺസെൻട്രേഷൻ ഓഫ് GHGs ഇൻ ദ അറ്റ്മോസ്ഫിയർ ഈസ് കാർബൺ ഡൈ ഓക്സൈഡ് എന്നൊക്കെ പറഞ്ഞ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഗ്രീൻ ഹൗസ് ഗ്യാസസിനെ കുറിച്ച് ആ ഒരു ചാപ്റ്ററിലാണ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. അവിടെ നിന്നാണ് ഇത് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചാപ്റ്ററിന്റെ പേര് വേൾഡ് ക്ലൈമറ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്, NCERT +1 ജിയോഗ്രഫി ചാപ്റ്റർ 12 ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഫാക്ടർ ചെലവിൽ GDP എന്തിനു തുല്യമാണ്? ഫാക്ടർ ചെലവിൽ GDP എന്തിനു തുല്യമാണ്? GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത് +2 എക്കണോമിക്സിലെ ചാപ്റ്റർ 2 ദേശീയ വരുമാനം കണക്കാക്കൽ എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, +2 എക്കണോമിക്സ് ചാപ്റ്റർ 2 ദേശീയ വരുമാനം കണക്കാക്കൽ. ഇവിടെ നമുക്ക് ഫാക്ടർ ചെലവിലുള്ള GDP ആണ് ചോദിച്ചിരിക്കുന്നത്, GDP അറ്റ് ഫാക്ടർ കോസ്റ്റ്. അപ്പോൾ അതുപോലെ
ഈ ദേശീയ വരുമാനം കണക്കാക്കൽ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഓരോന്നിൻ്റെയും ഇക്വേഷൻ ദേശീയ വരുമാന സങ്കലനങ്ങൾ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം കമ്പോള വിലയിൽ, അതായത് GDP അറ്റ് MP എന്ന് പറയുമ്പോൾ മാർക്കറ്റ് പ്രൈസ്, GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഇവിടെ അതിൻ്റെ ഇക്വേഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തത് GDP ഘടക ചെലവിനെ അടിസ്ഥാനമാക്കി, അതാണ് ഫാക്ടർ കോസ്റ്റ്. GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞ് ഇവിടെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ദെൻ അറ്റ ആഭ്യന്തര ഉൽപ്പന്നം കമ്പോള വിലയിൽ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. NDP അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. അറ്റ ആഭ്യന്തര ഉൽപ്പന്നം ഘടക ചിലവ് അടിസ്ഥാനമാക്കി, അറ്റ ആഭ്യന്തര ഉൽപ്പന്നം NDP അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മൊത്ത ദേശീയ ഉൽപ്പന്നം കമ്പോള വില GNP അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞ അതിൻ്റെ ഇക്വേഷൻ, മൊത്ത ദേശീയ ഉൽപ്പന്നം ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇക്വേഷൻ, അറ്റ ദേശീയ ഉൽപ്പന്നം കമ്പോള വില NNP അറ്റ് മാർക്കറ്റ് പ്രൈസ്, അതും ഇവിടെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ടേബിൾ നല്ല രീതിയിൽ തന്നെ ഓരോന്നിൻ്റെയും ഇക്വേഷൻ എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്നാണ് നമുക്ക് ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഫാക്ടർ ചെലവിൽ GDP എന്തിനു തുല്യമാണ് എന്ന ചോദ്യം വന്നിരിക്കുന്നത് എവിടെ നിന്നാണ്? +2 എക്കണോമിക്സ് ചാപ്റ്റർ 2 ദേശീയ വരുമാനം കണക്കാക്കൽ. ഈ ഒരു ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചു വെച്ചിരിക്കണം. ദെൻ അടുത്ത ചോദ്യം വന്നിരിക്കുന്നത്, താഴെ പറയുന്നവയിൽ സുസ്ഥിര വികസനത്തിന്റെ പ്രധാന ഘടകം അല്ലാത്തത് ഏത്? സുസ്ഥിര വികസനത്തിന്റെ പ്രധാന ഘടകം അല്ലാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത് +1 എക്കണോമിക്സ് ടെക്സ്റ്റ് ബുക്കിൽ ചാപ്റ്റർ 9, ഓക്കെ, പരിസ്ഥിതിയും സുസ്ഥിര വികസനവും എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. പരിസ്ഥിതിയും സുസ്ഥിര വികസനവും +1 എക്കണോമിക്സ് ചാപ്റ്റർ 9 ആണ്. അതിൽ സുസ്ഥിര വികസനം എന്ന് പറയുന്ന ഹെഡിങ്ങിന് താഴെയായിട്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് എന്താണ് ഈ പറയുന്ന പോയിന്റ്സ് അതുപോലെ തന്നെ എടുത്തു കൊടുത്തിട്ടുണ്ട്. പ്രകൃതി വസ്തുക്കളെ സംരക്ഷിക്കൽ, പ്രകൃതിയുടെ പുനർജനകമായ പരിസ്ഥിതി സംവിധാനത്തെ പരിപാലിക്കൽ, ഭാവി തലമുറയിൽ അടിച്ചേൽപ്പിക്കുന്ന ചെലവുകൾ അഥവാ നഷ്ടങ്ങൾ ഒഴിവാക്കൽ, അങ്ങനെ ഓരോ പോയിന്റ്സ് ആയിട്ട് എടുത്തു കൊടുത്തിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ സുസ്ഥിര വികസനത്തെ കുറിച്ചുള്ള ചോദ്യം വന്നിരിക്കുന്നത് +1 എക്കണോമിക്സ് ചാപ്റ്റർ 9 പരിസ്ഥിതിയും സുസ്ഥിര വികസനവും എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ പുനരുപയോഗിക്കാവുന്ന ഊർജ സ്രോതസ് അല്ലാത്തത് ഏതാണ്? പുനരുപയോഗിക്കാവുന്ന ഊർജ സ്രോതസ് അല്ലാത്തത് ഏതാണ്? ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും, എങ്കിലും ഇതും നമുക്ക് +1 എക്കണോമിക്സിലെ തന്നെ ചാപ്റ്ററിന്റെ പേര് ഞാൻ പറയാം. പുനരുപയോഗിക്കാവുന്ന ഊർജ സ്രോതസ് എന്ന് പറയുന്ന ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത് അടിസ്ഥാന സൗകര്യങ്ങൾ അല്ലെങ്കിൽ പശ്ചാത്തല സൗകര്യങ്ങൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അതിൽ നിന്നാണ് ഇത് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, പശ്ചാത്തല സൗകര്യങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ കറക്റ്റ് ആയിട്ട് അവിടെ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ എന്ന് പറഞ്ഞ ഹെഡിങ് ആയിട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ? ഇവിടെ പാരമ്പര്യ ഊർജ വിഭാഗത്തിൽ പെടുമ്പോൾ ഏതൊക്കെയാണ് നോക്കുക? സൗരോർജം, ബയോഗ്യാസ്, ബയോമാസ്, കാറ്റിൽ നിന്നും തിരമാലകളിൽ നിന്നുമുള്ള ഊർജം, ഇവ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളിൽ പെടുന്നു. കേട്ടോ? സൗരോർജം, ബയോഗ്യാസ്, ബയോമാസ്, കാറ്റിൽ നിന്നും തിരമാലകളിൽ നിന്നുമുള്ള ഊർജം, ഇതെല്ലാം പാരമ്പര്യേതര ഊർജ സ്രോതസ്സിൽ പെടുന്നു എന്ന് പറഞ്ഞ് അവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് പാരമ്പര്യേതര ഊർജ സ്രോതസ്സും പാരമ്പര്യ ഊർജ സ്രോതസ്സും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ആ ഒരു ചാപ്റ്ററിൽ. ഓക്കെ, അപ്പോൾ ചാപ്റ്ററിന്റെ പേര് ഓർത്തിരിക്കുക, പശ്ചാത്തല സൗകര്യങ്ങൾ, +1 എക്കണോമിക്സിലെ ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് കേട്ടോ. ഇനി ബാക്കിയുള്ള ചോദ്യങ്ങളുടെ സോഴ്സ് ഞാൻ വരുന്ന ക്ലാസ്സുകളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, വരുന്ന ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മാക്സിമം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് തരാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ഘട്ടത്തേക്ക് തയ്യാറെടുക്കുന്നവർ ഈ രീതിയിൽ നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുക. ഓരോ പാഠഭാഗങ്ങളും വളരെ വൃത്തിയായിട്ട് തന്നെ വായിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു PDF ഞാൻ നിങ്ങൾക്ക് ടെലഗ്രാമിൽ ഷെയർ ചെയ്ത് തന്നേക്കാം. ഓരോ ചാപ്റ്ററും അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഇതൊരു PDF ആയിട്ടാണ് ഞാൻ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ PDF ഞാൻ ടെലഗ്രാമിൽ ഷെയർ ചെയ്ത് തന്നേക്കാം. അപ്പോൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ സോഴ്സും നമ്മൾ ഉടനെ തന്നെ വീഡിയോ ചെയ്യുന്നതാണ്. ക്വസ്റ്റ്യൻസും അതിൻ്റെ അനുബന്ധ വിവരങ്ങളും നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം മാക്സിമം കണ്ട് പ്രയോജനപ്പെടുത്തുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്